നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മൊത്തം 243 മണ്ഡലങ്ങളാണ്. നവംബർ 6-ാം തീയതി ആയിട്ടുള്ള ആദ്യ ഘട്ടത്തിൽ 121 മണ്ഡലങ്ങളിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലേക്കും ജനങ്ങൾ ഒഴുകിയെത്തുന്നു. എന്നാൽ വ്യാപകമായ കള്ളവോട്ടുകൾ ഇതിനോടകം തന്നെ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. RJD നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പോളിംഗ് ബൂത്ത് ഏജന്റുമാരായി ഇരിക്കുന്ന പല മണ്ഡലങ്ങളിലും അവർ കൈയോടെ പിടികൂടിയിരിക്കുന്നു BJPയുടെ കള്ളത്തരങ്ങൾ. BJP 62ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ കള്ളവോട്ടുകൾ വ്യാപകമായി നടത്തുന്നു എന്ന പരാതി ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുകയെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ. BJP വിടക്കാക്കി തനിക്കാക്കാൻ ശ്രമിക്കുന്നു. ബീഹാറിൽ നമുക്കറിയാം, അവിടെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അഥവാ NDA 101 സീറ്റുകൾ വീതമാണ് BJP ഐക്യജനതാദൾ സ്ഥാനാർത്ഥികൾ നിർത്തിയിരിക്കുന്നത്. ബാക്കി ചിരാഗ് പാസ്വാനും ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച ജിതൻ റാം മഞ്ചിക്കും നൽകിയിരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ വ്യാപകമായ കൃത്രിമത്വം നടന്നിരിക്കുന്നു. വ്യാപകമായിട്ടുള്ള അവിടുത്തെ കള്ളവോട്ടുകൾ പിടികൂടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. വോട്ടെണ്ണൽ ഒരുപക്ഷെ നിർത്തിവെക്കാൻ അല്ലെങ്കിൽ അത് സംഭവിക്കാതിരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം പല മണ്ഡലങ്ങളിലും റീപോളിംഗ് നടത്തേണ്ടി വരും. ഉച്ച തിരിയുമ്പോഴത്തേക്കും കിട്ടുന്ന വോട്ടിംഗ് കണക്കനുസരിച്ച് 22% വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നു. അതിൽ തന്നെ വളരെയധികം കൃത്രിമത്വമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ അവിടെ പോളിംഗ് സമയം അവസാനിച്ചതിന് ശേഷം അവിടെ 7-8% അഡീഷണൽ വോട്ടുകൾ കൂട്ടിച്ചേർത്തത് കള്ളക്കളിയായിരുന്നു. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടെ ചേർന്ന് രേഖകളിൽ നിന്ന് അത് മാച്ചു, അത് നീക്കി സുപ്രീം കോടതിയിൽ തെളിവ് നൽകുന്ന സാഹചര്യം വരുമ്പോൾ പോലും അത് ഒരു എവിഡൻസായി പുറത്തു വരാതിരിക്കാൻ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുക്കി എന്ന് തന്നെയായിരുന്നു പ്രതിപക്ഷ നേതൃത്വം ഒന്നടങ്കം പറഞ്ഞത്. ബീഹാറിൽ നമുക്കറിയാം, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വലിയ തോതിലുള്ള പദയാത്രയാണ് നടത്തിയത്. ജനസമക്ഷം ബീഹാർ വലിയ തോതിൽ ആളിപ്പടരുന്ന രീതിയിലുള്ള ഒരു തീവ്രമായ സന്ദേശമായിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴിത് അതിൻ്റെ വോട്ടിംഗ് ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, 6-ാം തീയതി 121 മണ്ഡലങ്ങൾ, നവംബർ 11-ാം തീയതി ബാക്കി അവശേഷിക്കുന്ന 122 നിയമസഭാ മണ്ഡലങ്ങൾ, നവംബർ 14-ാം തീയതി കാലത്ത് 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. നേരിയ മുൻതൂക്കം BJPക്കാണ് എന്ന് പറഞ്ഞ് ഗോദി ചാനലുകൾ ആഘോഷവും അട്ടഹാസവും തുടങ്ങിയിരിക്കുകയാണ്. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 2015 മോഡലായിരിക്കും ആവർത്തിക്കപ്പെടുക എന്നുള്ളത് ഗ്രൗണ്ട് റിപ്പോർട്ട് കണക്കിൽ ശരിവെക്കുന്ന സാഹചര്യമാണ്. അതായത് ഇത്തവണ BJP 8 നില പൊട്ടും എന്ന് അവർക്ക് തന്നെ അറിയാമായിട്ടും കള്ളവോട്ടുകളുടെ ഒരു മഹാമഹമാണ് ബീഹാറിൽ നടക്കുന്നത്.